അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് അധികാരത്തിലേറി ഇതുവരെ ട്രംപ് സ്വീകരിച്ചു വന്നത്. നാട് കടത്തുന്ന രീതികൾക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ട്രംപിന് അതിൽ കുലുക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രീതിയിൽ ഒരു വശത്ത് ട്രംപ് വിദേശികളെ രാജ്യത്ത് നിന്ന് ഓടിക്കുകയാണെങ്കിൽ മറുവശത്ത് വിദേശികളെ യുഎസിലേക്ക് അടുപ്പിക്കുകയാണ് ട്രംപ്. അത് പക്ഷേ അത്ര എളുപ്പത്തിലല്ല. പണമുണ്ടെങ്കിൽ പൗരത്വം എന്ന ലൈനാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതിസമ്പന്നരായ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം അനായാസം ലഭിക്കാൻ അവസരമൊരുക്കുന്ന പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 5 മില്യൺ അമേരിക്കൻ ഡോളർ അഥവാ 43.5 കോടി ഇന്ത്യൻ രൂപ ചെലവഴിച്ചാൽ പൗരത്വത്തിലേക്ക് വഴി തുറക്കുന്ന ഗോൾഡൻ കാർഡ് പദ്ധതിയാണ് ട്രംപ് നടപ്പാക്കാനൊരുങ്ങുന്നത്. 50 ലക്ഷം US$ നിക്ഷേപത്തിന് പകരമായി സമ്പന്നർക്ക് ഗോൾഡൻ കാർഡുകൾ വിൽക്കാനാണ് ട്രംപിന്റെ പദ്ധതി. 10 ലക്ഷത്തിലധികം ഗോൾഡൻ കാർഡുകൾ വിറ്റ് പോകുമെന്നാണ് ട്രംപിന്റെ പക്ഷം. 50 ലക്ഷം US$ യുഎസിനായി നിക്ഷേപിക്കുകയാണെങ്കിൽ നിലവിലുള്ള ഗ്രീൻ കാർഡിന് സമാനമായ പൗരാവകാശങ്ങളാണ് വിദേശികൾക്ക് ട്രംപ് നൽകുക. നിക്ഷേപത്തിന് പകരം പൗരത്വം എന്ന നിലയ്ക്കാണ് ഗോൾഡൻ കാർഡുകൾ അനുവദിക്കുന്നത്. 43 കോടി ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് 50 ലക്ഷം US$. അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ദശലക്ഷക്കണക്കിന് ഗോൾഡൻ കാർഡുകൾ അനുവദിച്ചു തുടങ്ങുമെന്നാണ് ട്രംപ് ചൊവ്വാഴ്ച വ്യക്തമാക്കിയത്. ഈ ഫീസ് അടച്ചാൽ ട്രംപ് പറയുന്നത് പോലെ സമ്പന്നർക്ക് അമേരിക്കൻ പൗരത്വത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും. യുഎസിൽ വലിയ തോതിൽ പണം നിക്ഷേപിക്കുന്ന വിദേശികൾക്ക് യുഎസിൽ ജോലിയും സ്ഥിരതാമസവും ഉറപ്പു നൽകുന്ന EB-5 ഇൻവെസ്റ്റർ വിസ പ്രോഗ്രാമിന് പകരമായിട്ടാണ് ട്രംപ് ഗോൾഡൻ കാർഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. വിദേശികളിൽ നിന്നുള്ള നിക്ഷേപത്തിലൂടെ യുഎസ് സാമ്പത്തിക മേഖലയെ സുസ്ഥിരമാക്കുന്നതിനായി 1990-ലാണ് EB-5 ഇമിഗ്രന്റ് ഇൻവെസ്റ്റർ പ്രോഗ്രാം നടപ്പിലാക്കിയത്. എന്നാൽ ഈ പദ്ധതി വെറും മണ്ടൻ പദ്ധതിയാണെന്നാണ് കൊമേഴ്സ് സെക്രട്ടറി ഹവാർഡ് ലുട്നിക് പറയുന്നത്.